നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സെപ്റ്റംബർ മാസം നിലവിൽ വരുമെന്നും മന്ത്രി. ശാന്തൻപാറ പഞ്ചായത്തിൽ CPM വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. CPM പാർട്ടിയുടെ അറിവോടെ തമിഴ്നാട്ടിലെ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായി ആരോപണം. മൂന്നാറിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ജനം. മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക്. ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന പ്രഖ്യാപനം ജലരേഖയായി തുടരുന്നു. ഇടമലക്കുടിയിലെ ഗോത്ര ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമായി അടച്ചുറപ്പുള്ള വീടുകൾ. ഇടമലക്കുടിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം 131 വീടുകൾ പൂർത്തിയായി. ഓണത്തിന് പുതിയ വീടുകളിലേക്ക് മാറും. വിശദമായ വാർത്തകളിലേക്ക്. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സെപ്റ്റംബർ മാസം ആദ്യവാരത്തോടുകൂടി ഈ ചട്ടങ്ങൾ നിലവിൽ വരുമെന്നും റോഷി അഗസ്റ്റിൻ ഇടുക്കി കട്ടപ്പനയിൽ പറഞ്ഞു. 1964ലെയും 93ലെയും ഭൂപതിവ് നിയമം അനുസരിച്ച് നൽകപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണ നിരോധനം എന്ന നിലയിൽ തടസ്സങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടി വന്നത്. ആ നിയമനിർമ്മാണത്തിന് ശേഷമുള്ള ചട്ടങ്ങളുടെ രൂപീകരണം ഭൂപതിവ് ഭേദഗതി നിയമത്തിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചെന്ന് മാത്രമല്ല, അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഓഗസ്റ്റ് മാസം അല്ലെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടി ആ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടുകൂടി നിലവിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഉന്മേഷം ഉണ്ടാവും. അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് മാറ്റം ഉണ്ടാവും. അത് ഇടുക്കിയുടെ പൊതു ഡെവലപ്മെന്റ്സിനും സംസ്ഥാനത്തൊട്ടാകെയും ഈ ചട്ടപ്രകാരം കിട്ടിയിട്ടുള്ള ഭൂമിയിൽ അന്വേഷിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പരിഹരിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ഈ നിയോജക മണ്ഡലത്തിനുള്ളൊരു പ്രതിനിധി എന്ന നിലയിലും മണിയാശനെ പോലുള്ള സിനിമയുടെ നേതാക്കന്മാരുടെ ഇടപെടലുകളും തീർച്ചയായിട്ടും ഇതിൽ വലിയ ആക്കം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് വേദിയാവുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ഏറെക്കാലങ്ങളായി 6 പതിറ്റാണ്ടിലേറെ അനുഭവിച്ചിരുന്ന ദുരിതത്തിന് ഒരു പരിധിവരെ എന്ന് മാത്രമല്ല 99% പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ആ ബില്ല് അതിന്റെ ഭാഗമായി അതിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന അവസാന ഘട്ടത്തിൽ എന്ന് പറയുന്നത് ഏറെ ഹൃദയസന്തോഷത്തോടു കൂടിയാണ്. അത് കട്ടപ്പനയിലെയും ഇടുക്കിയിലെയും ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്നാണ് എന്റെ ധാരണ. ശാന്തൻപാറ പഞ്ചായത്തിൽ CPM വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. ശാന്തൻപാറ പഞ്ചായത്തിൽ താമസിക്കുന്ന തമിഴ് വംശജരായ ചിലർ CPM പാർട്ടിയുടെ അറിവോടെ തമിഴ്നാട്ടിലെ സ്ഥിര താമസക്കാരായിട്ടുള്ള അവരുടെ ബന്ധുക്കളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നതായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ 6 മാസത്തിലധികമായി സ്ഥിരതാമസമുള്ളവരും മതിയായ രേഖകളുള്ളവരും അപേക്ഷ നൽകി പഞ്ചായത്തിൽ ഹിയറിംഗ് നടത്തിയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത്. എന്നാൽ പാർട്ടി ഓഫീസിൽ നിന്നും നൽകുന്ന നിർദ്ദേശപ്രകാരം പഞ്ചായത്തിലെ ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ മതിയായ രേഖകളുടെ അഭാവത്തിൽ നേരിട്ടുള്ള ഹിയറിംഗ് നടത്താതെ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് AE പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് ഹിയറിംഗ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അതിരുവിട്ട കാര്യങ്ങൾ ചെയ്യിക്കുന്നതെന്നും ശാന്തൻപാറയിലെ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷ മെമ്പർമാരുള്ള വാർഡുകളിൽ അവരുടെ ബന്ധുക്കൾ എന്ന പേരിൽ തമിഴ്നാട്ടിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഹിയറിംഗ് നടത്തി വോട്ടാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ഭരണകക്ഷി ആളുകൾ, അതായത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കം അവിടുത്തെ ഇതിന് ചുമതല കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു ഇടതുപക്ഷ സംഘടനയുടെ നേതാവാണ്. അവിടുത്തെ HC ഹെഡ് ക്ലർക്ക് അദ്ദേഹത്തിനാണ് ഇത് ചുമതല കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ സംഘടനയുടെ നേതാവാണ്. ഇതുകൂടാതെ വാർഡ് വിഭജനം നടത്തിയപ്പോൾ പക്ഷാപാതപരമായിട്ടാണ് വിഭജനം നടത്തിയതെന്നും തോന്നുംപടിയാണ് അതിരുകൾ നിശ്ചയിച്ചതെന്നും ഇവർ പറയുന്നു. മുള്ളൻതണ്ട്, പുത്തടി, പേത്തൊട്ടി, ആനയിറങ്കൽ, വേട്ടുവൻപാറ എന്നീ തമിഴ് സ്വാധീനമുള്ള മേഖലകളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജീവനക്കാരുടെയും ഇടപെടൽ മൂലം അനധികൃതമായി ലിസ്റ്റിൽ പേര് ചേർക്കുന്നത്. LDF സ്വാധീനമുള്ള വാർഡുകളിലുള്ള വോട്ടർമാരെ UDFന്റെ സ്വാധീനമുള്ള വാർഡുകളിലേക്ക് അവർ പുതിയ വോട്ടർമാരായിട്ട് കൊണ്ടുവരികയാണ്. പുതിയ വോട്ടർമാരായിട്ട് കൊണ്ടുവരുമ്പോൾ അവരെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും ഇവർ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളവോട്ട് പ്രക്രിയയിലൂടെ
വീണ്ടും പഞ്ചായത്തിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമം അവിടെ നടക്കുന്നുണ്ട്. UDF-ന് സ്വാധീനമുള്ള വാർഡുകളിൽ മറ്റു വാർഡുകളിൽ നിന്നും LDF പ്രവർത്തകരെ ചേർത്തിട്ടുണ്ടെന്നും ഈ മാസം 30-ന് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ കള്ളവോട്ടും ഇരട്ട വോട്ടുകളും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഇലക്ഷൻ കമ്മീഷനും കളക്ടർക്കും പരാതി നൽകുമെന്നും നിയമപരമായി നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ബിജു വട്ടമറ്റം, S വനരാജ്, സുരേഷ് ആശാരിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. മഴയിലും മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക്. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ജനം. മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക്. ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന പ്രഖ്യാപനം ജലരേഖയായി തുടരുന്നു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തിയത്. മഴയാണെങ്കിലും തണുപ്പും മഞ്ഞും നിറഞ്ഞ കാലാവസ്ഥ ആസ്വദിക്കുവാനും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കിട്ടിയ അവധി ആഘോഷിക്കുന്നതിന് മൂന്നാറിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തിയത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴെല്ലാം മൂന്നാറിന്റെ ശാപമായി മാറുകയാണ് ഗതാഗത കുരുക്ക്. ദിവസവും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മൂന്നാർ ടൗണിലും മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക്. ടൗണിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി സഞ്ചാരികളാണ് മറയൂരിലേക്ക് അടക്കമുള്ള യാത്ര അവസാനിപ്പിച്ചു മറ്റു മേഖലകളിലേക്ക് പോകുന്നത്. കൊച്ചുകുട്ടികളും സ്ത്രീകളും അടക്കം ഗതാഗത കുരുക്കിൽ പെടുന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ മണിക്കൂറുകൾ പെരുവഴിയിൽ വാഹനത്തിൽ കഴിയേണ്ട സാഹചര്യവുമുണ്ട്. മൂന്നാറിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ പദ്ധതികൾ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രഖ്യാപിക്കുമെങ്കിലും ഇതെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങും. ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും മൂന്നാറിന്റെ സമഗ്രമായ വികസനത്തിനും വഴിയൊരുക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയടക്കം എങ്ങും എത്തിയിട്ടില്ല. ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ ഗതാഗത കുരുക്കിൽപ്പെടുന്ന സഞ്ചാരികൾ വീണ്ടും മൂന്നാറിലേക്ക് എത്താൻ മടിക്കും. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറുമെന്നതിന് സംശയമില്ല. സിറ്റി വിഷൻ, മൂന്നാർ. ഇടമലക്കുടിയിലെ ഗോത്ര ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമായി അടച്ചുറപ്പുള്ള വീടുകൾ. ലൈഫ് ഭവന പദ്ധതി പ്രകാരം 131 വീടുകളാണ് ഇടമലക്കുടിയിൽ പൂർത്തിയായത്. ചോർന്നൊലിച്ചിരുന്ന കുടിലുകളിൽ നിന്ന് സർക്കാർ കരുതലിൽ അന്തിയുറങ്ങാൻ കഴിയുന്നതിന് സന്തോഷത്തിലാണ് ഇടമലക്കുടിയിലെ 131 കുടുംബങ്ങൾ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നിവാസി മുരുകരാജും കുടുംബവും അടക്കം 131 പേർക്ക് കളർഫുൾ ഓണമാണ് ഇത്തവണത്തേത്. സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് ഈ ഓണത്തിന് മാറി താമസിക്കുവാൻ ഒരുങ്ങുകയാണ് ഇവരെല്ലാവരും. കനത്ത മഴ മൂലം പണിക്കിടയ്ക്ക് തടസ്സം നേരിട്ടെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ വീട്ടിലേക്ക് ജീവിതം ആരംഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഷെഡ്ഡുകുടിയിലെ മുരുകരാജും കുടുംബവും. അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾക്ക് നല്ലൊരു വീടും ഇതുപോലെ വീടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉദ്ദേശം ഈ ഓണത്തൊക്കെ ഞാൻ കൂടി താമസിച്ച് മാറാൻ വേണ്ടിയിരിക്കുക. മഴക്കാലത്തോട് വെച്ചാൽ ഈ കട്ടയും കമ്പിയും തകരം സീറ്റൊക്കെ കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര താമസമായി ഈ കൊല്ലം. അല്ലെങ്കിൽ നേരത്തെ നടന്നാനേ മഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്റ്റുകാർക്ക് കല്ലും മറ്റേ ഇതുപോലെ ഉരുളിട്ട് വരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. റോഡ് ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ അരിയും കൂടി വരാൻ ഇത്ര സാധ്യത കുറവാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയാണ് ഗോത്രവർഗ നിവാസികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത്. വിദൂര ഗോത്രവർഗ മേഖലയായ ഇടമലക്കുടിയിലെ 28 കുടികളിലും സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പാർപ്പിട പദ്ധതി പ്രകാരം ആധുനിക രീതിയിലുള്ള വീടുകൾ ഉയർന്നു കഴിഞ്ഞു. 131 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. ലൈഫ് പദ്ധതിയിൽ 276 വീടുകൾക്കാണ് കരാർ ഏർപ്പെട്ടത്. ലൈഫ് രണ്ടാം ഘട്ടത്തിൽ 131 വീടുകളും പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള അഡീഷണൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 31 ഭവനങ്ങളും ലൈഫ് 2020 പദ്ധതി പ്രകാരം 110 വീടുകളുമാണ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. 421 വീടാണ് ഇടമലക്കുടി പഞ്ചായത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ളത്. 6.48 കോടി രൂപ ഇതുവരെ ഇടമലക്കുടി പഞ്ചായത്തിൽ പദ്ധതിക്കായി ചെലവഴിച്ചു. കരാർ ഒപ്പിട്ട ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. കുമളി ടൗണിൽ കന്നുകാലികൾ അലഞ്ഞു തിരിഞ്ഞ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഭീഷണിയായി മാറുന്നു. പ്രശ്നപരിഹാരത്തിനായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കന്നുകാലി പൗണ്ട് കാടുകയറി നശിക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് പൗണ്ട് കാടുകയറി നശിക്കാൻ കാരണമെന്ന ആരോപണവും ശക്തമാണ്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഇരുചക്ര യാത്രികർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലെ കുമളി ടൗണിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ വിശ്രമ ഇടങ്ങളാണ്. 10ഉം 12ഉം വീതമുള്ള കന്നുകാലിക്കൂട്ടം നടുറോഡിൽ തലങ്ങും വിലങ്ങും നടന്ന
ഗതാഗത കുരുക്കും സൃഷ്ടിക്കാറുണ്ട്. ഇവയെ പിടിച്ചുകെട്ടുവാൻ നിർമ്മിച്ച കന്നുകാലി പൗണ്ടാകട്ടെ കാട് കയറി നശിക്കുന്നു. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് പൗണ്ട് നശിക്കുവാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ലക്ഷങ്ങൾ ചെലവഴിച്ച ഈ പൗണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട ഒരു നടപടിയും കുമളി ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDFിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കോടികൾ മുടക്കി ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ഓപ്പൺ ചെയ്യുകയും അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കുമളി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുമളി മൃഗാശുപത്രിക്ക് സമീപമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ടൗണിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനായി പൗണ്ട് നിർമ്മിച്ചത്. എന്നാൽ ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല. പൗണ്ട് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനും ടൗണിലെ കന്നുകാലി ശല്യത്തിനും അടിയന്തര പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെയും പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. സിറ്റി വിഷൻ, കുമളി. നെടുങ്കണ്ടം ഉമ്മാക്കട റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമില്ല. 10 വർഷമായി പൊട്ടിക്കിടക്കുന്ന റോഡിലൂടെ ദുരിതയാത്രയാണ് നാട്ടുകാർ നടത്തുന്നത്. നെടുങ്കണ്ടം ടൗണിൽ നിന്നും കേവലം 1/2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള റോഡാണ് നാട്ടുകാർക്ക് ശാപമായി മാറിയിട്ടുള്ളത്. നെടുങ്കണ്ടം ടൗണിനോട് ചേർന്ന് റോഡിന്റെ പ്രവേശന കവാടമാണിത്. ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ കുഴിയിൽ വീണ അപകടങ്ങൾ നിത്യസംഭവം. 10 വർഷത്തിലധികമായി ഈ റോഡ് ഇത്തരത്തിൽ ശോചനീയമായി കിടക്കുകയാണ്. നൈമർ സിറ്റി, ഉമ്മാക്കട, ചിന്നപ്പച്ചടി, ചാറൽമേട്, കട്ടക്കാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏക മാർഗവും ഈ പാതയാണ്. കാത്തിരിപ്പിനൊടുവിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു പാതയുടെ പണികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രാഥമികമായ ജോലികൾ ആരംഭിച്ചതിനു ശേഷം കരാറുകാരൻ മുങ്ങിയതായാണ് നാട്ടുകാർ പറയുന്നത്. മൺപണികൾ ആരംഭിച്ചതോടെ കാലവർഷത്തെ തുടർന്ന് റോഡ് പൂർണ്ണമായും തകരുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ഇപ്പോൾ 450-ലധികം കുഴികൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു. 3 പെൺകുളങ്ങളുണ്ട് ഇവിടെ. തുളയും എല്ലാം ഉണ്ട്. 17 വാർഡും 13 വാർഡും തിരിഞ്ഞ സ്ഥലമാണ്. പാലം കരകാലം ഇട്ടേച്ച് പോയി, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കരാറുകാരന് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ഒക്ടോബർ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാലയളവിനുള്ളിൽ റോഡ് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായ ജില്ലാതലാഘോഷം കട്ടപ്പനയിൽ നടന്നു. EJ ജോസഫ് രചിച്ച് ദർശന അവതരിപ്പിച്ച ഡോക്യുഫിക്ഷൻ നാടകമായ തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തക പ്രകാശനവും നടത്തി. എഴുത്തുകാരൻ ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിലിം സൊസൈറ്റിയുടെ ലക്ഷ്യം, അതിന് ചില കാതലായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, സിനിമ എന്ന് പറയുന്ന ആ കലയെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. സിനിമ എന്ന് പറയുന്ന കലയുടെ മഹത്വം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യത്തെ ലക്ഷ്യം. മറ്റൊന്ന്, ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ വളർച്ചയിലും അതിന്റെ നിലനിൽപ്പിലും സിനിമ എന്ന കലാരൂപത്തിന്റെ പങ്ക് വലിയ തോതിൽ എത്തിക്കുക എന്നുള്ളത്. ഷാജി ചിത്ര അധ്യക്ഷത വഹിച്ചു. ആദ്യകാല ഫിലിം സൊസൈറ്റി പ്രവർത്തകരായ MS തങ്കപ്പൻ, TT തോമസ്, ജോൺ ഗ്ലാൻസ്, മാത്യു ജോർജ്, ജോയി പെരുന്നോലി, ടോമി സ്വപ്ന, KJ മാത്യു കിഴക്കേമുറി എന്നിവർക്ക് ഫിലിം സൊസൈറ്റി കൂട്ടായ്മയുടെ ഉപഹാരം നൽകി ആദരിച്ചു. EJ ജോസഫ് രചിച്ച് ദർശന അവതരിപ്പിച്ച ഡോക്യുഫിക്ഷൻ നാടകമായ തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തകരൂപം സംവിധായകൻ നരിപ്പറ്റ രാജു അഭിനേത്രി ജയ കുറുപ്പിന് നൽകി പ്രകാശിപ്പിച്ചു. അവസ്ഥകൾ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഇത് ഇറ്റ് ഹാസ് ടു ബി സെഡ്, അത് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ എനിക്കുമുണ്ടായി. പിന്നെ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ പല പുസ്തകങ്ങളും അനുമതി വായിച്ചു. ലേഖയെ കുറിച്ച് പുസ്തകമാണ് കോടമഞ്ചേരി ഒരുക്കിയവൻ, പിന്നെ മനോജ് മാജപ്പിള്ളയുടെ പുസ്തകം, T രാജേഷിൻ്റെ പുസ്തകം, അങ്ങനെ പല പല പുസ്തകങ്ങളും ഇങ്ങനെ റഫർ ചെയ്തിട്ടാണ് സത്യത്തിൽ ഇതിൻ്റെ ഫൈനൽ രൂപത്തിലേക്ക് എത്തിയത്. S ജ്യോതിസ് പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ അംനസ് ബേബി, അന്തരിച്ച സംവിധായകൻ ഷാജിയൻ കരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. MA അഗസ്റ്റിൻ, ജയരാജ്, ജോസഫ് മണക്കാട്ട്, അഡ്വക്കേറ്റ് VS ദിബു, മാത്യു ജോർജ്, പ്രിൻസ് ഓവേലിൻ, മാത്യു കിഴക്കേമുറി, TT തോമസ്, MC ബോബൻ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്.
പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വാർത്തകൾ തുടരുന്നു. മൂന്നാറിന്റെ ടൂറിസം വികസനത്തിനുൾപ്പെടെ കരുത്തു പകരാൻ സഹായിക്കുന്ന റോപ്പ് വേ പദ്ധതിക്ക് പ്രതീക്ഷ മുളയ്ക്കുന്നു. പദ്ധതി നടപ്പാക്കാനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ഇതുമായി ബന്ധപ്പെട്ട DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അടിമാലിയിൽ പറഞ്ഞു. 18 കിലോമീറ്റർ ദൂരം വരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റോപ്പ് വേ പദ്ധതിയാണ് മൂന്നാറിൽ ശുപാർശ ചെയ്തിട്ടുള്ളതെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളതെന്നും MP വ്യക്തമാക്കി. പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ ആദ്യ ടീമിൽ MP ആയിരുന്ന കാലഘട്ടത്തിൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാറിലും അതോടൊപ്പം തന്നെ കാൽവരി മൗണ്ട് കല്യാണത്തണ്ട് മേഖലയിലും റോപ്പ് വേ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ സമർപ്പിച്ചത്. അത് സംബന്ധിച്ചുള്ള പ്രീ വയബിലിറ്റി സ്റ്റഡി ആ കാലഘട്ടത്തിൽ തന്നെ 2 കൺസൾട്ടൻസി കമ്പനികൾ പൂർത്തീകരിച്ചിരുന്നു. രണ്ടിൻ്റെയും പദ്ധതി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നാകെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് മൂന്നാറിലെ പദ്ധതി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള DPR തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിൽ തന്നെ വരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ റോപ്പ് വേ പദ്ധതിയാണ് മൂന്നാറിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രീ വയബിലിറ്റി സ്റ്റഡി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുമ്പ് സമർപ്പിക്കപ്പെട്ടതാണ്. വട്ടവട മുതൽ ദേവികുളം വരെയുള്ള പ്രദേശങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ വട്ടവടയുടെ പ്രാന്തപ്രദേശങ്ങൾ, അവിടെ ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം കൂട്ടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോപ്പ് വേ പദ്ധതിയാണ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉടുമ്പൻചോല സ്പോർട്സിന്റെ ഹബ്ബായി മാറിയതായി MLA MM മണി. താലൂക്ക് ആസ്ഥാനമായ നെടുങ്കണ്ടം കേന്ദ്രീകരിച്ച് 10 കോടി രൂപ ചെലവിൽ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയവും 40 കോടി രൂപ ചെലവിൽ പച്ചടിയിൽ ഇൻഡോർ സ്റ്റേഡിയവും നിർമ്മിച്ചത് ദീർഘവീക്ഷണത്തോടുകൂടിയാണ്. വരും നാളുകളിൽ ജില്ലയുടെ കായിക കുതിപ്പിന് ഈ നേട്ടങ്ങൾ കരുത്തു പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 സ്റ്റേഡിയങ്ങളാണ്. ഒന്ന് ഈ സ്റ്റേഡിയം, പച്ചടിയിൽ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയം രണ്ടും കായിക മത്സരങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് കൂടുതൽ പ്രചോദനമാകും. അത് മനസ്സിലാക്കി അത് കണ്ടുകൊണ്ട് തന്നെയാണ് MLA എന്നതിൽ ഞാൻ ഇടപെട്ട് ഈ 2 സ്റ്റേഡിയങ്ങളിലൂടെ അനുവദിച്ചത്. 10 കോടി രൂപയുടെയാണിത്. 40 കോടിയുടെയാണ് പച്ചടിയിലെ സ്റ്റേഡിയം. അത് കായിക പ്രേമികൾക്ക് പുതിയ മത്സരം ഏർപ്പെടുത്താനും ഒരു വലിയ മുന്നേറ്റം ഈ രംഗത്തുണ്ടാക്കാൻ 2 സ്റ്റേഡിയവും സഹായിക്കും എന്നാണ് കരുതുന്നത്. ആ ലക്ഷ്യം വെച്ചാണ് ഈ 2 സ്റ്റേഡിയവും ഇവിടെ തുടങ്ങിയതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജകുമാരി മഞ്ഞക്കുഴി സ്വദേശി മോളോക്കുടിയിൽ രമേശനെ ദുരൂഹ സാഹചര്യത്തിൽ റോഡ് അരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ഞക്കുഴി വാതുകാപ്പ് റോഡരികിലാണ് മൃതദേഹം കണ്ടത്. രാവിലെ സമീപവാസികളാണ് ബോഡി കണ്ടത്. കമിഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം.
സമീപത്തു നിന്നും ഒരു കോടാലിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദേഹത്ത് പരിക്കുകളോ മുറിവുകളോ ഇല്ല. ശാന്തൻപാറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് പൂർത്തിയായ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. 2 വർഷമായി ഇയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റി ഉപ്പുതറയിൽ സമരസംഗമം നടത്തി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരസംഗമം സംഘടിപ്പിച്ചത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ടോണി കുര്യാക്കോസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പശുപ്പാറ മേഖലാ സെക്രട്ടറി PR സനീഷ് അധ്യക്ഷനായി. അഫ്സൽ മുഹമ്മദ്, എബിൻ ബേബി, PV വിജേഷ്, ജയ്മോൾ രാജേഷ്, രതീഷ് R എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 79ാം സ്വാതന്ത്ര്യദിന പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KPCC മെമ്പർ ഉദ്ഘാടനം ചെയ്ത ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. KP ഗോപിദാസ്, ബെന്നി പാലക്കാട്ട്, ബിജു കൂട്ടുപുഴ, കിങ്ങിണി രാജേന്ദ്രൻ, സിനി മൂലൻകുഴിയിൽ, തങ്കച്ചൻ പുളിക്കൽ, പൗലോസ് കൂട്ടുങ്ങൽ, ജോയി തമ്പുഴ, ബാബു കൊച്ചുപുര, ബിജു പുത്തൻപുര, അർജുൻ ഷിജു എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം കൂട്ടാർ ശാഖയിൽ കർക്കിടക മാസ പ്രാർത്ഥനയുടെ സമർപ്പണവും കുടുംബസംഗമവും നടന്നു. പരിപാടി മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് അംഗങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. SNDP യോഗം 1382 നമ്പർ കൂട്ടാർ ശാഖയുടെ സന്ധ്യാരാമ പ്രാർത്ഥനാ സമാപനവും കുടിശ്ശിക സമർപ്പണം, കുടുംബസംഗമം, പഠന ക്ലാസ് എന്നിവയാണ് SN ഓഡിറ്റോറിയത്തിൽ നടന്നത്. 100 കണക്കിന് അംഗങ്ങളാണ് പരിപാടിയുടെ ഭാഗമായത്. ശാഖായോഗം പ്രസിഡന്റ് KR ബിജിമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു സോമൻ, കൗൺസിലർ മനോജ ആപ്പാന്താനം, ശാഖായോഗം സെക്രട്ടറി ബിജു ശാസ്താംപറമ്പിൽ, വൈസ് പ്രസിഡന്റ് അജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സെപ്റ്റംബർ മാസം നിലവിൽ വരുമെന്നും മന്ത്രി. ശാന്തൻപാറ പഞ്ചായത്തിൽ CPM വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. CPM പാർട്ടിയുടെ അറിവോടെ തമിഴ്നാട്ടിലെ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായി ആരോപണം. മൂന്നാറിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ജനം. മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക്. ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന പ്രഖ്യാപനം ജലരേഖയായി തുടരുന്നു. ഇടമലക്കുടിയിലെ ഗോത്ര ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമായി അടച്ചുറപ്പുള്ള വീടുകൾ. ഇടമലക്കുടിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം 131 വീടുകൾ പൂർത്തിയായി. ഓണത്തിന് പുതിയ വീടുകളിലേക്ക് മാറും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.